വെൽക്കം everyone. ഇത് എൽ ജി 29 ഫ്ലാറ്റിൻ്റെ ടി വിയാണ്. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ ഓസിലേഷൻ അല്ല. പവർ ലീഡി മാത്രം ഇങ്ങനെ കത്തി നിൽക്കും, വേറെ ഓസിലേഷൻ ഒന്നും വരത്തില്ല. പവർ സപ്ലൈ ഔട്ട്പുട്ട് വോൾട്ടേജ് നോർമലാണ്. അത് വീഡിയോയിലുണ്ട്, ഞാൻ ചെക്ക് ചെയ്യുന്നത് ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടി വി സ്മൂത്തായിട്ട് ഓടിക്കൊണ്ടിരുന്നതാണ്. രാവിലെ ഓൺ ചെയ്തിട്ടാണ് ഉച്ച സമയമായത് പെട്ടെന്ന് അങ്ങ് ഓഫായി. എന്നിട്ട് വീണ്ടും താനെ അങ്ങ് ഓണായി. ഓഫായെന്ന് പറയുമ്പോൾ പവർ ലീഡി മാത്രം കത്തി നിൽപ്പുണ്ട്. അത് ഓഫായിട്ട് പെട്ടെന്ന് വീണ്ടും താനെ ഓണായിട്ട് കുറച്ച് ഒരു 3 മിനിറ്റോളം ഓടി. എന്നിട്ട് ഹാഫ് പിക്ചറായി. പെട്ടെന്ന് ഹാഫ് പിക്ചറായി, പെട്ടെന്ന് വീണ്ടും അങ്ങ് ഓഫായി. എന്നിട്ട് വീണ്ടും ഓണായി. എന്നിട്ട് ഒരു അരമണിക്കൂറോളം ഓടി. എന്നിട്ട് പെട്ടെന്ന് 2 സൈഡും കൂടെ ഇങ്ങനെ പകുതിക്ക് വന്നങ്ങ് നിന്നു. പിന്നീട് വീണ്ടും അങ്ങ് ഓഫാണ് ചെയ്തത് ഈ ടി വി. പിന്നെ ഓസിലേഷനൊന്നും വന്നിട്ടില്ല, പിന്നെ ഓണായിട്ടില്ല. ഓക്കെ, പിന്നെ ലൂസൊന്നുമല്ല. ലൂസൊക്കെ ഉണ്ടോയെന്ന് ഡ്രൈ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന്, അപ്പോൾ ഡ്രൈ ഒന്നുമില്ല. പിന്നെയാണ് ഐ സി മാറ്റി നോക്കാമെന്ന് വിചാരിച്ചത്. മെയിൻ ഐ സി ഇപ്പോൾ ഡബിൾ കാല് വരുന്ന ഐ സിയാണ്. അപ്പോൾ ഇത് ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം, കാരണം നൈസ് പ്രിൻ്റാണ്. പോയ പിന്നെ വേറൊക്കെ ഇടേണ്ടി വരും, നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇപ്പോൾ വേറൊരു ബോർഡിൽ നിന്ന് ഇളക്കിയ ഐ സിയാണ്, പഴയത് തന്നെയാണ് ഇടുന്നത്, നല്ല ഐ സിയാണ്. അപ്പോൾ ബോർഡിന് വേറെ കംപ്ലൈൻ്റ് ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ അത് ഐ സി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഐ സിയിൽ ഇങ്ങനത്തെ ഒരു ഫോൾട്ട് വരാം, കാരണം എനിക്ക് ഇതേപോലെ ഒരു ഫോൾട്ട് 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ ടി വിയിൽ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കത് മനസ്സിലായത് ഐ സി ആയിരിക്കുമെന്ന്. ഇതിലുള്ള ഐ സി ആണ് ഇളക്കി വെച്ചിരിക്കുന്നത്, വേറെ ഐ സി ഇട്ടിട്ടുണ്ട്. ഇനി ടി വി ഓൺ ചെയ്ത് നോക്കണം. ടി വി ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഓസിലേഷനും വന്ന് സ്ക്രീനും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി സർവീസ് മോഡ് എടുത്തിട്ട് കുറച്ച് അഡ്ജസ്റ്റൊക്കെ ചെയ്യാനുണ്ട് വേറെ. ഓക്കെ, അപ്പോൾ ഐ സി ആയിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വയ്ക്കാനും മറക്കല്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.